ഹായ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഐറ്റം എന്നല്ലേ? അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മളെ ക്യാരറ്റ് വെച്ചിട്ട് ആവിയിൽ നല്ലൊരു പുഡിംഗ് ആട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 5 ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് തന്നെ ചുരണ്ടി കളയണം. അതിന് വേണ്ടി ഞാനൊരു കത്തി എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ ഇത് ചുരണ്ടി കളയാം. ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമില്ല, അതും കൂടെ ഒന്ന് മുറിച്ച് കളയണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ചുരണ്ടി എടുത്ത് ഞാനൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ നുറുക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാട്ടോ ഇത് വേണ്ടത്. അപ്പോൾ ഒക്കെ ഞാൻ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. ആ ജാറിലോട്ട് ഞാൻ ഇതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ക്യാരറ്റ് മുങ്ങി നിൽക്കുന്ന രീതിക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ, ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ 2 കയ്യിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒട്ടും കട്ടകളില്ലാതെ തന്നെ അരച്ച് എടുക്കുക. ഇനി 2 കയ്യിൽ മൈദപ്പൊടി കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ അത് കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി കേട്ടോ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ക്യാരറ്റിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അതും കൂടെ അതിലോട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം കുറച്ചുള്ള ഒഴിച്ചിട്ട് ഇനി ഈ ഒരു മൈദപ്പൊടിയും അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. അതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 1 സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ബീറ്റർ ഉപയോഗിച്ചു, എന്നിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ. എന്നെങ്കിലുള്ളൂ നമ്മൾ ആ പുഡിങ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാട്ടോ പുഡിങ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് നെയ്യാട്ടോ തേച്ച് കൊടുക്കുന്നത്. അടിയിലൊന്നും ഒട്ടിപ്പിടിച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി
ഇനി ഇതാ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ക്യാരറ്റ് ഇതിലോട്ട് പാർന്ന് കൊടുക്കാം കേട്ടോ. ഇതാ ഒരു പഴയ കുക്കറാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ലേശം വെള്ളം പാർന്ന് കൊടുത്തു. പിന്നെ ഇതുപോലത്തെ ഒരു തട്ട് കേട്ടോ, അതും കൂടെ അതിലോട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ക്യാരറ്റ് ഉണ്ടല്ലോ, അതും കൂടെ അതിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വിസിൽ എടുക്കാൻ പറ്റുന്ന കുക്കറാണെന്ന് വെച്ചാൽ വിസിൽ എടുത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ എൻ്റെ വിസിൽ എടുക്കാൻ പറ്റുന്നില്ല കുക്കറിൻ്റെ, അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പൂൺ കൊണ്ട് അതിൻ്റെ ആവി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് റെഡി ഉണ്ടായിട്ടുണ്ട്, ക്യാരറ്റ് പുഡിങ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് കോരി നോക്കാം. വാവ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പുഡിങ് കേട്ടോ. അപ്പം മക്കൾക്കൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുള്ളൂ, അത്രയ്ക്കും ടേസ്റ്റി ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ. അപ്പോൾ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ലോങ് വീഡിയോയിൽ എന്നും ഇടുന്നുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക.